കോൺഗ്രസ് പാർട്ടി നന്നാകുമോ? ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. സണ്ണി ജോസഫ് വന്നപ്പോൾ പറയുകയാണ് കുറേ അനുയായികളും 100 സീറ്റ് പിടിക്കുമെന്ന്. അപ്പോൾ ബാക്കിയുള്ള 40 എങ്ങനെയായിരിക്കും? 40-ൽ ഒരു 30 LDF അല്ലേ, 10 സീറ്റ് BJPക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ 2026 അധികാരത്തിൽ വരും. മനപ്പായസം ഉണ്ണുന്നതിനൊക്കെ ഒരതിര് വേണ്ടേ കോൺഗ്രസ്സുകാർക്ക്? ആദ്യം തമ്മിൽ തല്ല് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. മറ്റൊന്ന്, കടൽക്കിഴവന്മാരെല്ലാം മാറി നിൽക്കുക. ആർത്തി മൂത്തിങ്ങനെ കുറേ നിപ്പുണ്ടല്ലോ കോൺഗ്രസിനകത്ത്. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ 8-9 തവണയായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ജയിച്ച് MP ആയി അങ്ങനെ പോവുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന മഹാൻ. അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? KPCCയുടെ ആസ്ഥാനത്ത് അതിൻ്റെ അമരക്കാരനായിട്ടൊരു ദളിത് ഇതുവരെ വന്നിട്ടില്ല. അതായത് 38ാമത്തെ പ്രസിഡൻ്റാണ് സണ്ണി ജോസഫ്. 37 പേരുടെയും ഫോട്ടോ ഇന്ദിരാഭവനിലുണ്ട്. അവ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വിഭാഗത്തിലുള്ളവർ അതിലില്ല. പിന്നാക്ക വിഭാഗക്കാർക്ക് പ്രാധാന്യം നൽകണം. സമയമാകുമ്പോൾ ജാതി കാർഡ് എടുത്തുയർത്തുന്ന ഒരു MP ആണ് ഈ കൊടിക്കുന്നിൽ സുരേഷ്. 8-9 തവണയായിട്ട് ജയിച്ചു നിൽക്കുകയല്ലേ, മാറിക്കൊടുക്കുമോ മണ്ഡലത്തിൽ നിന്ന്? ഇവരെയാണ് നമ്മൾ കടൽക്കിഴവന്മാരെന്ന് പറയുന്നത്. ഇത് കൃത്യമായ മറുപടി K മുരളീധരൻ കൊടുക്കുകയുണ്ടായി. ഇപ്പം MP സ്ഥാനം ഉണ്ടായിരുന്നല്ലോ, കൊടിക്കുന്നിലിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഡൽഹി പോകണം. നമ്മൾ ഈ MP ആയിട്ടും MLA ആയിട്ടും ഒക്കെ ഇരുന്ന പെൻഷൻ കാശ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. കൊടിക്കുന്നിലിന് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാൻ ഡൽഹിക്ക്, MP ആണല്ലോ. ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും പോരാഞ്ഞിട്ടാണ് ജാതിക്കാർഡ് എടുത്തുകൊണ്ട് അതിലൂടെ ഒരാളെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ഈ ജാതി സമവാക്യം അനുസരിച്ച് വീതം വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനകത്ത് പണ്ടേ ഉള്ളത്. ഇപ്പം മാവേലിക്കരയിൽ തന്നെ എന്ത് ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ്? കഴിഞ്ഞ തവണ അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി CPIയിൽ നിന്നുള്ളതാണ്. CPIക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ്. CPI കേരളത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് CPI മത്സരിക്കുന്നിടത്ത് CPM പിന്തുണയുണ്ട്, പ്രവർത്തിക്കാനുണ്ടാകത്തില്ല. അതാണ് കേരളത്തിലെ 4 മണ്ഡലങ്ങളിലും കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും മാവേലിക്കരയിലും വയനാട്ടും. ഈ 4 മണ്ഡലങ്ങളിൽ 3 സ്റ്റാർ മണ്ഡലമാണ്. അതായത് തിരുവനന്തപുരത്ത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടൽ. അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇറങ്ങിയതോടുകൂടിയാണ് അത് സ്റ്റാർ മണ്ഡലമായത്. വയനാട്ടിലും നമ്മുടെ രാഹുൽ ഗാന്ധി, പിന്നെ അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി എന്ന പെണ്ണുമ്പിള്ള വന്നപ്പോഴാണ് അത് വേറൊരു തരത്തിൽ. അങ്ങനെ ഇതെല്ലാം സ്റ്റാർ മണ്ഡലമാണ്. പക്ഷെ മാവേലിക്കര സ്റ്റാർ മണ്ഡലമായില്ല. മാവേലിക്കരയിൽ അല്പം പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് CPIയുടെ സീറ്റിനെയും ബാധിച്ചു എന്നുള്ളതാണ്. അവിടെ കൊടിക്കുന്നിൽ വീണ്ടും ജയിച്ചു. മാവേലിക്കരയുടെ കഷ്ടകാലം ഒരു വർഷം കൂടെ ഒരു തവണ കൂടി അവർ സഹിച്ചേ പറ്റുകയുള്ളൂ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി MP സ്ഥാനമെല്ലാം കഴിഞ്ഞ് MP സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ ഇനിയും ഇവിടെ KPCC അധ്യക്ഷ പദവിയിലേക്കും വരാനുള്ള ആർത്തി എന്ന് പറഞ്ഞാൽ മതി. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് നേതൃത്വത്തിന് ഈ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ ഇരട്ട പദവി എന്നുള്ള പരിപാടി മാറ്റിവെക്കണം. MP ആയിട്ടും MLA ആയിട്ടും ഇരിക്കുന്ന ആൾ പിന്നെ മറ്റൊരു പദവിയിലേക്ക് വരരുത്. MLAക്കും MPക്കും ആ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തന കാര്യങ്ങൾ നിരവധിയാണുള്ളത്. ഒരു MP യുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. 7 നിയമസഭാ മണ്ഡലമല്ലേ.
അപ്പോൾ അത്രത്തോളം വിപുലമായ പ്രവർത്തനങ്ങൾ നിൽക്കുമ്പോൾ ഇവരെങ്ങനെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തും കൂടെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അമരക്കാരനായിട്ട് ഒരാൾ വരുമ്പോൾ അതിന് പിടിപ്പത് പണിയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. തലപ്പത്തിരിക്കുന്നവന് ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ കൊള്ളാം, ആ അവസ്ഥയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരായതുകൊണ്ട്. ഇപ്പോൾ CPM-ഓ BJP-യോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കേഡർ സ്വഭാവമുണ്ട്. അത് അതിൻ്റേതായ ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. ഇത് വെള്ളിയാഴ്ചയും വ്യവസ്ഥിതിയും ഇല്ലാത്ത ഒരു പാർട്ടിയല്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അവരതിനകത്തോട് പാർട്ടിയെ എന്തായാലും താഴ്ത്തിക്കൊണ്ട് പോവുകയുള്ളൂ. അപ്പോൾ കൊടിക്കുന്നിലിൻ്റെ മോഹം ഇതൊക്കെ ഓരോ തരത്തിലുള്ള കൊതിക്കറിവുകളാണെന്നേ. എത്ര പേര് വന്നിരുന്നു അവിടെ? പല MP-മാരും അവിടെ എത്തിയിട്ടില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന MP അവിടെ വന്നിട്ടില്ല. ബെന്നി ബെഹനാൻ, ആൻഡോ ആൻ്റണിക്കൊക്കെ ഈ ഒരു കൊതിക്കറിവ് തന്നെയാണ്. ആൻഡോ ആൻ്റണിയുടെ പേര് അവസാന വട്ടമൊക്കെ മുമ്പോട്ട് വന്നിരുന്നല്ലോ. ആ ആൻഡോ ആൻ്റണി ഇനി വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളെല്ലാം കൂടി ഇങ്ങോട്ട് മറിയുമോ? ഒന്നുമില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞു. സണ്ണി ജോസഫിൻ്റെ അടുക്ക ഒരു കാര്യം കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ തവണ ഇരുന്ന KPCC പ്രസിഡൻ്റൊന്നും ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 2026 കോൺഗ്രസിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇന്ദിരാഭവനിലേക്ക് വരുമ്പോൾ ആനയിക്കാൻ തയ്യാറെടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് മുരളീധരന് സംശയമുണ്ട്, അത് ആക്കിക്കൊണ്ട് പറഞ്ഞതാണോ അതോ ശരിയായിട്ടുള്ള രീതിയിലാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ തൻ്റെ ഗ്രാഫ് താഴോട്ട് പോയി എന്നും പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാ, തന്നെ കാലുവാരിയവരെ പറ്റി തന്നെയാണത് പറഞ്ഞിരിക്കുന്നത്. എതിർ പാർട്ടിയെക്കുറിച്ചല്ല, കോൺഗ്രസിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കാലുവാരി. അത് തൃശ്ശൂരിൽ അദ്ദേഹം പറഞ്ഞതാണ്. തൃശ്ശൂരിൽ തോൽപ്പിച്ചപ്പോൾ പലപ്പോഴും ഒരു രക്ഷകനായിട്ടാണല്ലോ കോൺഗ്രസിൽ അദ്ദേഹം ഓടിയെത്തുന്നത്. വട്ടിയൂർക്കാവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഉടനെ വടകരയ്ക്ക് വണ്ടി കയറ്റി വിട്ടു. വടകരയിൽ നിന്ന് പിന്നെ നേമത്ത് കൊണ്ടുവന്നു. അവിടെ നിന്ന് പിന്നെ വീണ്ടും വടകരയിൽ വന്ന ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ച് അവിടെ നിന്ന് നേരെ തൃശ്ശൂർ കടിച്ചു. തൃശ്ശൂരിൽ പ്രതാപനെ മാറ്റിയിരുത്തി. അപ്പോൾ തൃശ്ശൂരിൽ വന്ന് പ്രവർത്തനവും തുടങ്ങി. തൃശ്ശൂരിൽ അതിശക്തമായ ത്രികോണ മത്സരമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായ പരാജയം എന്ന് പറയുന്നത് പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ കിട്ടിയ പരാജയമാണ് എന്ന് മുരളീധരൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ പൊതുവെ അങ്ങനെ എല്ലാ തരത്തിലും LDF-നും അത്തരത്തിൽ പലരുടെ പ്രതിഷേധമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്തായാലും 26 എന്തോ മറിച്ച് കളയുമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അത് മറിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒന്ന് കാത്തിരിക്കാം.